Next, we shall discuss about annual returns. So, that is given in section 44 of the CGST Act 2017, and concerned rule is then 39. Annual return section 44, then monthly return ആണ് 39 സെക്ഷനിൽ തന്നിരിക്കുന്നത്. അത് രണ്ടും ഓർത്തിരിക്കുക. ആനുവൽ റിട്ടേൺസ് ആണെങ്കിൽ സെക്ഷൻ 44ലും, then provisions regarding monthly return is given in section 39. ഈ ആനുവൽ റിട്ടേണിൻ്റെ കൺസേൺഡ് റൂൾ വരുന്നതാണ് സെക്ഷൻ റൂൾ 80, CGST റൂൾ 80. നമ്മൾ ആ ഓരോ സെക്ഷനും അതിൻ്റെ റൂളും കൂടി ഒന്നിച്ചാണ് ഫോളോ ചെയ്യുന്നത്. അപ്പം നമുക്ക് ആ ആനുവൽ റിട്ടേണുമായിട്ട് ബന്ധപ്പെട്ട് സെക്ഷൻ 44ലെ പ്രധാനപ്പെട്ട പ്രൊവിഷൻസും അതിൻ്റെ സബ്സെക്ഷൻസും എന്താണെന്ന് നോക്കാം. ആദ്യത്തെ പറഞ്ഞിരിക്കുന്നത് സെക്ഷൻ 44 സബ്സെക്ഷൻ 1, all registered persons shall furnish an annual return for every financial year electronically, then in such form and manner as may be prescribed on or before the 31st day of December following the end of such financial year. ഓരോ ഫിനാൻഷ്യൽ ഇയറും കഴിഞ്ഞ് വരുന്ന അടുത്ത വർഷത്തെ 31st ഡിസംബറിന് മുമ്പായിട്ട് എല്ലാ രജിസ്റ്റേർഡ് പേഴ്സൺസിനും ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം. റിക്വയർഡ് ഇൻഫർമേഷൻ ഉൾപ്പെടുത്തി അത് ഇലക്ട്രോണിക്കലി ആയിരിക്കണം ഫയൽ ചെയ്യുന്നത്. ഇനി ഇലക്ട്രോണിക്കലി ഫയൽ ചെയ്യുമ്പോൾ എന്താണത് വേണമെങ്കിൽ GSTയുടെ കോമൺ പോർട്ടലിൽ ഒരു രജിസ്റ്റേർഡ് പേഴ്സണ് സ്വയം ഫയൽ ചെയ്യാം, അല്ലെങ്കിൽ ഒരു അപ്രൂവ്ഡ് ആയിരിക്കുന്ന ഫെസിലിറ്റി സെൻറ്റർ, GSTയുടെ കമ്മീഷണർ അപ്രൂവ് ചെയ്തിരിക്കുന്ന ഫെസിലിറ്റി സെൻറ്ററിൻ്റെ സഹായത്തോടു കൂടി ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യാം. അപ്പോൾ എല്ലാ രജിസ്റ്റേർഡ് പേഴ്സൺസിനും ഫയലിംഗ് ഓഫ് ആനുവൽ റിട്ടേൺ അത് ലീഗലി ഓബ്ലിഗേറ്ററി ആണ്, കമ്പൽസറി ആണ്. അപ്പം അതിൻ്റെ അകത്ത് ഈ ആനുവൽ റിട്ടേണിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്നുള്ളതാണ്. ഓൾ രജിസ്റ്റേർഡ് പേഴ്സൺസ് ഹൂസ് റിക്വയർഡ് ടു ഗെറ്റ് ഹിസ് അക്കൗണ്ട്സ് ഓഡിറ്റഡ്. ഇനി ഓൾ രജിസ്റ്റേർഡ് പേഴ്സൺസ് ഹു ഈസ് റിക്വയർഡ് ടു ഗെറ്റ് ഹിസ് അക്കൗണ്ട്സ് ഓഡിറ്റഡ്. ഇപ്പം 2 കോടി 2 കോടിയിൽ കൂടുതൽ ആനുവൽ ടേൺ ഓവർ വരുന്ന രജിസ്റ്റേർഡ് പേഴ്സൺസ് ആണെങ്കിൽ അവരുടെ അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യിപ്പിച്ചിരിക്കണമെന്നുണ്ട്. അങ്ങനെ അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യണമെന്ന് ലീഗൽ റിക്വയർമെൻ്റ് ഉള്ള ആളുകൾ അവരുടെ ആ ഓഡിറ്റഡ് അക്കൗണ്ട്സിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റും, ആ ഓഡിറ്റഡ് അക്കൗണ്ട്സ് ആയിരിക്കണം അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും ബാക്കി ഡീറ്റെയിൽസും കൂടി വേണം റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ അറ്റാച്ച് ചെയ്യാനായിട്ട്. ഇതാണ് ആനുവൽ റിട്ടേൺ ഫയലിങ്ങുമായിട്ട് വന്നിരിക്കുന്ന 2 പ്രധാനപ്പെട്ട പ്രൊവിഷൻസ്. അപ്പം അതിൽ സെക്ഷൻ 44ൽ സബ്സെക്ഷൻ 1 and 2. ഇനി ഇതിൻ്റെ കൺസേൺ റൂൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്? റൂൾ 80, CGST റൂൾ 80 റിഗാർഡിങ് ആനുവൽ റിട്ടേൺ. അതൊരു 3 സബ് റൂളുകളേ ഉള്ളൂ. അപ്പം എല്ലാ രജിസ്റ്റേർഡ് പേഴ്സൺസിനും ആദ്യം പറഞ്ഞിരിക്കുന്നതാണ് റൂൾ പ്രകാരം എല്ലാ രജിസ്റ്റേർഡ് പേഴ്സൺസിനും തൊട്ടടുത്ത ഫിനാൻഷ്യൽ ഇയർ 31st, അതായത് അടുത്ത വർഷം ഡിസംബർ 31-ാം തീയതിക്ക് മുമ്പായിട്ട് ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യണം. അപ്പോൾ അത് ഫയൽ ചെയ്യുന്നൊന്നെങ്കിൽ രജിസ്റ്റേർഡ് പേഴ്സൺസിന് GSTയുടെ കോമൺ പോർട്ടൽ ഉപയോഗിച്ച് വേണമെങ്കിൽ റിട്ടേൺ ഫയൽ ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫെസിലിറ്റേഷൻ സെൻറ്ററിൻ്റെ സഹായത്തോടു കൂടി ചെയ്യാം. രണ്ടാമത്, എവരി ഇലക്ട്രോണിക് ഓപ്പറേറ്റർ റിക്വയർഡ് ടു കളക്ട് ടാക്സ്. എല്ലാ ഇലക്ട്രോണിക് ഓപ്പറേറ്റേഴ്സും, ദാറ്റ് ഈസ് ഗിവൺ ഇൻ CGST റൂൾ സബ് റൂൾ 80, CGST റൂൾ 80 സബ് റൂൾ 2 ആണ്. എവരി ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റർ റിക്വയർഡ് ടു കളക്ട് ടാക്സ് അറ്റ് സോഴ്സ് അണ്ടർ സെക്ഷൻ 52. സെക്ഷൻ 52 പ്രകാരം ടാക്സ് കളക്ട് ചെയ്യേണ്ടത് എന്താണ്? TDS ആണ്. TDS, എവരി ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റർ റിക്വയർഡ് ടു കളക്ട് TCS, tax collection at source, under section 52 shall furnish annual statement in form GST return 9B. but tax collection at source, ഇപ്പം TCS ബാധ്യതയുള്ള ആളുകൾ അവരുടെ ആനുവൽ റിട്ടേൺ GST റിട്ടേൺ ഫോം 9Bയിലാണ് സബ്മിറ്റ് ചെയ്തിരിക്കേണ്ടത്. മൂന്നാമത്, every registered person whose aggregate turnover during a financial year exceeds 2 crore rupee shall get his accounts audited. എല്ലാ രജിസ്റ്റേർഡ് പേഴ്സൺസും, എവരി രജിസ്റ്റേർഡ് പേഴ്സൺ, അപ്പോൾ ഓരോ രജിസ്റ്റേർഡ് പേഴ്സണും അവരുടെ ആനുവൽ ടേൺ ഓവർ 2 കോടിയിൽ കൂടുതലാണ് എങ്കിൽ അവരുടെ അക്കൗണ്ടുകൾ ഓഡിറ്റ് ചെയ്തിരിക്കണമെന്നുണ്ട്. ഗെറ്റ് ദെയർ അക്കൗണ്ട്സ് ഓഡിറ്റഡ്. അപ്പം ഇങ്ങനെ ഓഡിറ്റ് ചെയ്യാനുള്ള ബാധ്യത ഉള്ള രജിസ്റ്റേർഡ് പേഴ്സൺസ് ആണ് എങ്കിൽ
he shall furnish a copy of the audited annual accounts and a reconciliation statement. ഇപ്പം അക്കൗണ്ടുകൾ ഓഡിറ്റ് ചെയ്യിപ്പിക്കാൻ ബാധ്യതയുള്ളവരാണെങ്കിൽ അവർ ആ ഓഡിറ്റഡ് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റും റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റും ഉൾപ്പെടെ വേണം റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട്. അപ്പോൾ അത് ആ ഡ്യൂലി സർട്ടിഫൈഡ് ആയിരിക്കണം. അതുപോലെ തന്നെ എന്താ, ഇൻഫോം GST റിട്ടേൺ 9C, GST റിട്ടേൺ ഫോം GST റിട്ടേൺ 9C അത് ഫയൽ ചെയ്യണം. ഇലക്ട്രോണിക്കലി ഫയൽ ചെയ്യാം. അത് GSTയുടെ കോമൺ പോർട്ടൽ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഫെസിലിറ്റേഷൻ സെൻറ്ററിൻ്റെ സഹായത്തോടു കൂടിയോ ഫയൽ ചെയ്യാവുന്നതാണ്. ഈ പറഞ്ഞിരിക്കുന്ന 3 സബ് റൂളുകളും ആനുവൽ റിട്ടേണിൻ്റെ ഫയലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. അപ്പം ആനുവൽ റിട്ടേണിൻ്റെ ഫയലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് സെക്ഷൻ 44ഉം അതിൻ്റെ 2 സബ്സെക്ഷൻസും CGST റൂൾ 80യും അതിൻ്റെ 3 സബ് റൂൾസുമാണ് ഫോളോ ചെയ്യേണ്ടത്. ഇനി ഫൈനൽ റിട്ടേൺ ഓർ റിട്ടേൺ ബൈ എ പേഴ്സൺ ഹൂസ് രജിസ്ട്രേഷൻ ഹാസ് ബീൻ ക്യാൻസൽഡ്. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യപ്പെടുകയാണ് എങ്കിൽ അങ്ങനെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യപ്പെടുന്ന വ്യക്തി ഒരു ഫൈനൽ റിട്ടേൺ ഫയൽ ചെയ്യണമെന്നുണ്ട്. ദാറ്റ് ഈസ് ഗിവൺ ഇൻ സെക്ഷൻ 44. അപ്പോൾ ആ ഫൈനൽ റിട്ടേൺ ഫയൽ ചെയ്യുന്നതിൻ്റെ പ്രൊവിഷൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഫൈനൽ റിട്ടേൺ വിതിൻ 3 months. അപ്പം ഈ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുന്നതായിട്ടൊരു നോട്ടീസ് കിട്ടുകയോ അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യപ്പെടുകയോ ചെയ്തതാണെങ്കിൽ അങ്ങനെ ക്യാൻസൽ ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യുന്നതായിട്ട് അറിയിപ്പ് കിട്ടുകയോ ചെയ്തു കഴിഞ്ഞാൽ ഈ അറിയിപ്പ് കിട്ടി അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യുന്ന ഡേറ്റ് ഏതാണോ അവസാനമായിട്ട് വരുന്നത് അതിനുശേഷം എന്താണ് 3 മാസത്തിനുള്ളിൽ ഈ ഫൈനൽ റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം. അതൊരു മാൻഡേറ്ററി ഒബ്ലിഗേഷനാണ്. ഒരാൾ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്താലും അയാൾ അവസാനമായിട്ട് റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം. ദാറ്റ് ഈസ് ഗിവൺ ഇൻ സെക്ഷൻ 45. ഒരാളുടെ റിട്ടേൺ ക്യാൻസൽ ചെയ്യപ്പെടുകയാണ് എങ്കിൽ അയാൾക്ക് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ബാധ്യത ഉണ്ട്. അത് ക്യാൻസലേഷൻ ഡേറ്റോ അല്ലെങ്കിൽ ക്യാൻസലേഷൻ നോട്ടീസ് കിട്ടുന്ന ഡേറ്റോ ഏതാണോ ലാസ്റ്റിൽ വന്നിരിക്കുന്നത് അതിനുശേഷം 3 മാസത്തിനുള്ളിൽ ഈ റിട്ടേൺ ഫയൽ ചെയ്യുക എന്നുള്ളത് ലീഗൽ ഒബ്ലിഗേഷനാണ്. ആൻഡ് ദാറ്റ് ലീഗൽ ഒബ്ലിഗേഷൻ ഈസ് ഗിവൺ ഇൻ സെക്ഷൻ 45. നെക്സ്റ്റ്, നോട്ടീസ് ടു റിട്ടേൺ ഡീഫോൾട്ടേഴ്സ്. ഇനി ആരെങ്കിലും ഡീഫോൾട്ട് വരുത്തുന്നുണ്ടെങ്കിൽ രജിസ്റ്റേർഡ് പേഴ്സൺസ് അവിടെ റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ടൈമിനുള്ളിൽ റിട്ടേൺ ഫയൽ ചെയ്യുന്നില്ല എങ്കിൽ അങ്ങനെയുള്ള ഡീഫോൾട്ടേഴ്സിന് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സിൻ്റെ കൺസേൺഡ് അതോറിറ്റി നോട്ടീസ് കൊടുത്തിരിക്കും. അത് സെക്ഷൻ 46 പറഞ്ഞിട്ടുണ്ട്. When a registered person fails to furnish a return under section 39, section 44 or section 45, ഇപ്പം കൺസേൺ സെക്ഷൻസ് ഏതെങ്കിലും സെക്ഷന് കീഴിൽ റിട്ടേൺ ഫയൽ ചെയ്യാൻ ബാധ്യതയുള്ള ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ സ്റ്റിപ്പുലേറ്റഡ് ടൈമിനുള്ളിൽ റിട്ടേൺ ഫയൽ ചെയ്യുന്നില്ല എങ്കിൽ a notice shall be issued requiring him to furnish a return within 15 days in such form and manner may be prescribed. അപ്പം അങ്ങനെ റിട്ടേൺ ഫയൽ ചെയ്യാൻ ഒബ്ലിഗേഷൻ ഉള്ള ഒരാൾ ഫയൽ ചെയ്യുന്നില്ല എങ്കിൽ അവർക്ക് നോട്ടീസ് കൊടുത്തിരിക്കണം. ഈ നോട്ടീസ് കിട്ടി 15 ദിവസത്തിനകം റിട്ടേൺ ഫയൽ ചെയ്യുക എന്നൊരു മുന്നറിയിപ്പോടുകൂടി ഒരു നോട്ടീസ് കൊടുത്തിരിക്കണം. ഏതെങ്കിലും രജിസ്റ്റേർഡ് പേഴ്സൺസ് എന്താണ് അവിടെ ആ മാൻഡേറ്ററി ആയിട്ട് അല്ലെങ്കിൽ ഒബ്ലിഗേറ്ററി ആയിട്ടുള്ള റിട്ടേൺ ഫയൽ ചെയ്യുന്നില്ല എങ്കിൽ അങ്ങനെയുള്ളവർക്ക് നോട്ടീസ് കൊടുത്തിരിക്കണം. നോട്ടീസ് കിട്ടിയാൽ 15 ദിവസത്തിനകം റിട്ടേൺ ഫയൽ ചെയ്യുക എന്നുള്ളത് ആ വ്യക്തികളുടെ ഓബ്ലിഗേഷനായിട്ട് മാറുന്നു. സച്ച് രജിസ്റ്റേർഡ് പേഴ്സൺസിൻ്റെ ഓബ്ലിഗേഷനായിട്ട് മാറുന്നു. ഇനി ലേറ്റ് ഫീയെ സംബന്ധിച്ചുള്ളതാണ്. ദാറ്റ് ഈസ് ഗിവൺ ഇൻ സെക്ഷൻ 47. Any registered person who fails to furnish the details of outward or inward supplies. ഇപ്പോൾ എല്ലാ രജിസ്റ്റേർഡ് പേഴ്സൺസിനും they have to furnish the details of both inward supplies and outward supplies. So if a registered person fails to furnish the details of outward supplies or inward supplies required under section 37 or section 38, 37 പ്രകാരമോ 38 പ്രകാരമോ ഡീറ്റെയിൽസ് ഫർണിഷ് ചെയ്യേണ്ട ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ അങ്ങനെ ഡീറ്റെയിൽസ് ഫർണിഷ് ചെയ്യുന്നതിൽ പരാജയപ്പെടുകയാണ് എങ്കിൽ ഡ്യൂ ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഓരോന്നിനും ഡ്യൂ ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്. സെക്ഷൻ 37, 38, 39 or 45 ഈ ഓരോ സെക്ഷൻ പ്രകാരവും റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് വേണ്ടി ഡ്യൂ ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ ഡ്യൂ ഡേറ്റിനുള്ളിൽ ഇവർ റിട്ടേൺ ഫയൽ ചെയ്യുന്നില്ല എങ്കിൽ ദെൻ ഷാൽ പേ എ ലേറ്റ് ഫീ ഓഫ് 100 rupees. ഇപ്പം അവരെങ്ങനെ ഫയൽ ചെയ്യുന്നില്ല എങ്കിൽ ലേറ്റ് ഫീ കൊടുത്തിരിക്കണം. അത് ഓരോ ദിവസത്തിനും 100 രൂപ വെച്ചായിരിക്കണം കൊടുക്കുന്നത്.
സബ്ജക്റ്റ് ടു എ മാക്സിമം ഓഫ് ₹5,000. പരമാവധി 5,000 രൂപ വരെ ലേറ്റ് ഫീ ആയിട്ട് കളക്ട് ചെയ്യാം. ദറ്റ് ഈസ് സെക്ഷൻ 47 സബ്സെക്ഷൻ 1. ദെൻ any registered person who fails to furnish the return required under section 44, ഇനി സെക്ഷൻ 44 പ്രകാരമാണ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്. അങ്ങനെയുള്ള റിക്വയർമെൻ്റ് ഉള്ള ഒരു വ്യക്തി ഡ്യൂ ഡേറ്റിന് മുമ്പ് ഇത് ഫയൽ ചെയ്യാൻ പരാജയപ്പെടുകയാണ് എങ്കിൽ he shall be liable to pay a late fee of ₹100 for every day. അത് നമ്മൾ ആ നേരത്തെ പ്രൊവിഷനും അതാ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ ലേറ്റ് ഫീ ഓരോ ദിവസവും ₹100 വെച്ച് വരും. സെക്ഷൻ 44 പ്രകാരമാണെങ്കിലും ₹100 per day, during which such failure continues subject to a maximum of an amount calculated. ഇനി ഇവിടെ പ്രൊവിഷൻ വ്യത്യാസമുണ്ട്. സബ്ജക്റ്റ് ടു ആൻ എമൗണ്ട് കാൽക്കുലേറ്റഡ് അറ്റ് എ 1/4% ഓഫ് ഹിസ് ടേൺ ഓവർ. അപ്പം അയാളുടെ ആനുവൽ ടേൺ ഓവറിൻ്റെ 1/4% ക്വാർട്ടർ വന്നു കഴിയുമ്പം കാൽക്കുലേറ്റഡ് 1/4%, ഇപ്പം ഇത്രയാണ് ഒരു 0.25% ഓഫ് ഹിസ് ടേൺ ഓവർ. അപ്പം അയാളുടെ ആനുവൽ ടേൺ ഓവറിൻ്റെ 0.25% വെച്ച് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുകയും ഇൻ ദി സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി, ഇപ്പം എവിടെ വെച്ചാണോ ഇത് ഈ പറയുന്ന ഒരു ലാഗ് ഉണ്ടായിരിക്കുന്നത് അല്ലെങ്കിൽ റിട്ടേൺ ഫയൽ ചെയ്യാത്തത്, അങ്ങനെ വന്നു കഴിഞ്ഞാൽ സെക്ഷൻ 44 പ്രകാരമാണ് ഫയൽ ചെയ്യേണ്ടതെങ്കിൽ ആ ലേറ്റായിട്ട് വരുന്ന അല്ലെങ്കിൽ എന്ന് തൊട്ടാണോ ഇതിൻ്റെ ഡ്യൂ ഡേറ്റ് കഴിഞ്ഞ് വരുന്ന ഓരോ ദിവസവും 1/4% വെച്ച് അയാളുടെ അഗ്രിഗേറ്റ് ടേൺ ഓവറിൻ്റെ 1/4% വെച്ചുള്ള ഇൻട്രസ്റ്റ് പേ ചെയ്യാനുള്ള ലയബിലിറ്റി ഉണ്ടാകുന്നതാണ്. സോറി, ഇത് ഇൻട്രസ്റ്റ് അല്ല കേട്ടോ, സബ്ജക്റ്റ് ടു മാക്സിമം. ഫൈനായിട്ടാണ് വരുന്നത്. ലേറ്റ് ഫീ അല്ലെങ്കിൽ ഫൈൻ, ലേറ്റ് ഫീ ഇത് പേ ചെയ്യാനുള്ള ലയബിലിറ്റി വരുന്നത്. അപ്പം അത് സെക്ഷൻ 47 തന്നിരിക്കുന്നത്. ഓരോ രീതിയിലും എന്താണ്, നമുക്ക് എല്ലാ രജിസ്റ്റേർഡ് പേഴ്സൺസിനും ഒരേത് സെക്ഷൻ പ്രകാരമാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അവർക്ക് ഓരോരോ സെക്ഷൻ പ്രകാരം റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ലീഗൽ ഓബ്ലിഗേഷൻ ഉണ്ട്. അപ്പം അങ്ങനെ ലീഗൽ ഓബ്ലിഗേഷൻ പ്രകാരം പറയുന്ന ഡ്യൂ ഡേറ്റിൽ റിട്ടേൺ ഫയൽ ചെയ്യുന്നില്ല എങ്കിൽ ദേ ആർ ലയബിൾ ടു പേ ലേറ്റ് ഫീ. ലേറ്റ് ഫീ എന്താ, ചില കേസിൽ ₹100 വെച്ചായിരിക്കും. ഇനി 44 പ്രകാരമാണെങ്കിൽ ₹100 പെർ ഡേ അല്ല വരുന്നത്, ആനുവൽ ടേൺ ഓവറിൻ്റെ 0.25% ആയിരിക്കും വരുന്നത്. ലേറ്റ് ഫീയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ആ സെക്ഷൻ 47 പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. Then next we shall discuss about goods and services tax practitioner. എല്ലാ രജിസ്റ്റേർഡ് പേഴ്സൺസും അവരിതിൻ്റെ റിട്ടേൺ പ്രിപ്പയർ ചെയ്യുന്നു, ഫയൽ ചെയ്യുന്നു സ്വയമാകണമെന്നില്ല. അപ്പം GST പ്രാക്ടീഷണേഴ്സ് ഉണ്ട്. അപ്പം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് എക്സ്പെർട്ടൈസ് ഉള്ള ആളുകൾ അല്ലെങ്കിൽ ഇതൊരു തൊഴിലായിട്ട് ഏറ്റെടുത്ത് നടത്തുന്ന ആളുകൾ GST പ്രാക്ടീഷണേഴ്സ്. നേരത്തെ സെയിൽസ് ടാക്സ് പ്രാക്ടീഷണേഴ്സ് ഉണ്ടായിരുന്ന പോലെ ഇപ്പം GST പ്രാക്ടീഷണേഴ്സ് ഉണ്ട്. അപ്പം GST പ്രാക്ടീഷണേഴ്സ് ഒരു രജിസ്റ്റേർഡ് പേഴ്സണെ GST റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് സഹായിക്കുന്നു. അതിൻ്റെ ആ പ്രിപ്പറേഷനും ഫയലിങ്ങും അക്കൗണ്ട് മെയിൻ്റെനൻസും ഒക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് GST പ്രാക്ടീഷണേഴ്സ് ഉണ്ട്. ഈ GST പ്രാക്ടീഷണേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യാനുള്ള ഒരു റൈറ്റ് രജിസ്റ്റേർഡ് പേഴ്സൺസിനുണ്ട്. അത് CGST ആക്ടിൽ കൃത്യമായിട്ട് കൊടുത്തിരിക്കുന്നതുമാണ്. അപ്പം നമുക്ക് ആ CGST ആക്ട് അതിൻ്റെ ഒന്ന് നോക്കാം. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് പ്രാക്ടീഷണേഴ്സ് സെക്ഷൻ 48. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് പ്രാക്ടീഷണേഴ്സിൻ്റെ അപ്പോയിൻമെൻറ്റും അവരുടെ ക്വാളിഫിക്കേഷനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ CGST റൂൾ 2017 സെക്ഷൻ 48 ആൻഡ് റൂൾ 83 കൊടുത്തിരിക്കുന്നത്. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് പ്രാക്ടീഷണേഴ്സിൻ്റെ ക്വാളിഫിക്കേഷൻ, അവരുടെ അപ്പോയിൻമെൻറ്റ്, ഇനി അവർ എന്തൊക്കെ അവർക്ക് ഓബ്ലിഗേഷൻസ് വരുന്നുണ്ട്, ഈ കാര്യങ്ങളെല്ലാം സെക്ഷൻ 48 ഓഫ് ദി CGST ആക്ട് 2017 ആൻഡ് അഗെയിൻ CGST റൂൾ 83. ഇത് രണ്ടും കൂടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് മനസ്സിലാക്കാവുന്നതാണ്. ഈ CGST സെക്ഷൻ 48 CGST റൂൾ CGST ആക്ട് സെക്ഷൻ 48 പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കാം. The manner of approval of goods and service tax practitioners, their eligibility conditions. ഒരാൾ ഒരു GST പ്രാക്ടീഷണറായിട്ട് അപ്രൂവൽ ലഭിക്കുന്നത് അതിനെന്തൊക്കെ എലിജിബിലിറ്റി കണ്ടീഷൻസ് വരുന്നുണ്ട്, വാട്ട് ആർ ദെയർ ഡ്യൂട്ടീസ് ആൻഡ് ഓബ്ലിഗേഷൻസ്, ദെൻ മാനർ ഓഫ് റിമൂവൽ ആൻഡ് അതർ കണ്ടീഷൻസ് റെലവൻറ്റ് ഫോർ ദെയർ ഫങ്ഷനിങ് ഷാൽ ബി സച്ച് ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. ഇതെല്ലാം എന്താണ്? such as may be prescribed in the CGST Act. ഇപ്പോൾ CGST ആക്റ്റിൽ
ഒരു CGST പ്രാക്ടീഷണറിനെ എങ്ങനെയാണ് അപ്പോയിൻറ്റ് ചെയ്യാവുന്നത്, അയാളുടെ ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണ്, ഡ്യൂട്ടി എന്തൊക്കെയാണ്, എന്തൊക്കെ ലയബിലിറ്റി ഉണ്ട്, ഒരാളുടെ രജിസ്ട്രേഷൻ എങ്ങനെയാണ് ക്യാൻസൽ ചെയ്യാവുന്നത്, ഈ കാര്യങ്ങളെല്ലാം CGST ആക്റ്റിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് CGST ആക്ടിൻ്റെ സെക്ഷൻ 48-ഉം റൂൾ 83-യുമാണ് ഫോളോ ചെയ്യുന്നത്. Then section 48-ലെ subsection 2, a registered person may authorize an approved goods and service tax practitioner to furnish the details of outward supplies under section 37. Then inward supplies, details of inward supplies under section 38, and return under section 39 or 44 or section 45 in such manner as may be prescribed. അപ്പം ഒരു രജിസ്റ്റേർഡ് പേഴ്സണ് ഒരു ക്വാളിഫൈഡ് GST പ്രാക്ടീഷണറിനെ ഏത് സെക്ഷൻ പ്രകാരമാണെങ്കിലും ഒരു റിട്ടേൺ ഫയൽ ചെയ്യാൻ ഓതറൈസ് ചെയ്യാം. അത് സെക്ഷൻ 38-ഓ 37-ഓ സെക്ഷൻ 44-ഓ അല്ലെങ്കിൽ ഏത് സെക്ഷനാണെങ്കിലും ഒരു രജിസ്റ്റേർഡ് പേഴ്സണ് on behalf of a registered person can appoint a GST practitioner for the preparation and filing of returns. അത് CGST ആക്ടിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു GST പ്രാക്ടീഷണറിനെ ഏജൻ്റായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ അയാൾക്ക് വേണ്ടി ഇതൊക്കെ പ്രിപ്പയർ ചെയ്യാൻ ഫയൽ ചെയ്യാൻ വേണ്ടി അപ്പോയിൻറ്റ് എന്നുള്ളത് അത് അലോ ചെയ്തിരിക്കുന്ന കാര്യമാണ്. ദെൻ notwithstanding, that is given in subsection 3 of section 48, notwithstanding anything contained in subsection 2, നമ്മൾ ആ സബ്സെക്ഷൻ 2 ഓഫ് സെക്ഷൻ 48 രണ്ടാമത് പറഞ്ഞിരിക്കുന്ന എന്താ, ഒരു GST പ്രാക്ടീഷണറിനെ അപ്പോയിൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം ആ ഒരു കണ്ടീഷൻ എന്തെങ്കിലും നോട്ട് വിസ്റ്റാൻഡിങ് അതിന് മാറ്റമൊന്നും വരുത്താതെ തന്നെ ഇൻ സബ്സെക്ഷൻ 2 ദി റെസ്പോൺസിബിലിറ്റി ഓഫ് കറക്റ്റ്നസ്, ദി റെസ്പോൺസിബിലിറ്റി ഇപ്പം എന്താണ് നോട്ട് വിസ്റ്റാൻഡിങ് മെൻഷൻ ഇൻ സബ്സെക്ഷൻ 2. ഇപ്പം സെക്ഷൻ 48-ലെ സബ്സെക്ഷൻ 2-ൽ പറഞ്ഞിരിക്കുന്നതിന് അതിൽ നിന്ന് വ്യത്യാസമൊന്നുമില്ല, അതിന് വിരുദ്ധമായിട്ടല്ലാതെ തന്നെ അപ്പം അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെയാണ് സബ്സെക്ഷൻ 3-ൽ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ ഒരു GST പ്രാക്ടീഷണറെ അപ്പോയിൻറ്റ് ചെയ്യുകയും അയാൾ രജിസ്റ്റേർഡ് പേഴ്സണ് വേണ്ടി GST റിട്ടേൺ ഫയൽ ചെയ്യുകയും ചെയ്താലും ആ റിട്ടേണുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ എൻട്രീസിൻ്റെയും എല്ലാ എമൗണ്ടിൻ്റെയും ലയബിലിറ്റി രജിസ്റ്റേർഡ് പേഴ്സൺ ആയിരിക്കും. റെസ്പോൺസിബിലിറ്റി വിൽ റിമെയിൻ വിത്ത് ദി രജിസ്റ്റേർഡ് പേഴ്സൺ. GST പ്രാക്ടീഷണർക്കല്ല ഇതിൻ്റെ പേരിലുള്ള ബാധ്യതകൾ ഉണ്ടാകുന്നത്. That is very clearly given in subsection 3 of section 48. Then what are the rules governing goods and service tax practitioners? പ്രധാനപ്പെട്ട റൂൾസ് നമുക്ക് ഒന്ന് നോക്കാം. വളരെ പ്രധാനപ്പെട്ട റൂൾസ് മാത്രം നമ്മൾ ഫോളോ ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ഒന്ന് ഓടിച്ചു നോക്കുന്നതേ ഉള്ളൂ. CGST rule 38, that is provision relating to a goods and service tax practitioner. Provisions relating the appointment, duties, liabilities and removal of a GST practitioner. Rule Rule 83, CGST Rule 83 deals with the appointment, qualification, then duties and liabilities and removal or cancellation of this GST practitioner approval അല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്യുക, ഇതിൻ്റെ എല്ലാം പ്രൊസീജിയർ തന്നിരിക്കുന്നത്. CGST Rule 83 സബ് റൂൾ 1, an application may be made electronically. അപ്പം ഒരു GST പ്രാക്ടീഷണർ ആകാൻ താല്പര്യമുള്ളൊരു വ്യക്തിക്ക് ഇലക്ട്രോണിക്കലി ഒരു ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യാം, ഐദർ ത്രൂ ദി കോമൺ പോർട്ടൽ ഓർ ത്രൂ ദി ഫെസിലിറ്റേഷൻ സെൻറ്റർ. അപ്പം ഏത് മാർഗം വേണമെങ്കിലും ഉപയോഗിച്ച് ഫെസിലിറ്റേഷൻ സെൻറ്റർ നോട്ടിഫൈഡ് ബൈ ദി GST കമ്മീഷണർ. ഒരു GST പ്രാക്ടീഷണർ ആകാൻ താല്പര്യമുള്ള ഏതൊരു വ്യക്തിക്കും ഒന്നെങ്കിൽ GSTയുടെ കോമൺ പോർട്ടൽ ഉപയോഗിച്ചല്ലെങ്കിൽ ഒരു ഫെസിലിറ്റേഷൻ സെൻറ്റർ അപ്രൂവ്ഡ് ബൈ ദി GST കമ്മീഷണർ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. ഇനി ഈ ആപ്ലിക്കേഷൻ കൊടുക്കാൻ എലിജിബിലിറ്റി ആർക്കൊക്കെയാണുള്ളത്? അപ്പം ഇറ്റ് ക്യാൻ ബി ഗിവൺ ബൈ എനി പേഴ്സൺ. Any person can submit an application for becoming a GST practitioner. Then who, അതിന് പിന്നും പറഞ്ഞിരിക്കുന്ന ഹൂ, ആർക്കൊക്കെ അല്ലെങ്കിൽ എന്തൊക്കെ എലിജിബിലിറ്റി ഉണ്ടാകണം. പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്ന 1 ഈസ് എ സിറ്റിസൺ ഓഫ് ഇന്ത്യ. അപ്പം എ പേഴ്സൺ applying to become a goods and service tax practitioner or GST practitioner
he shall be a citizen of India. Then again, person of sound mind. Then not adjudicated as insolvent. Then again, has not been convicted by a competent court. Has not been convicted. ഇയാൾ ഒരു കുറ്റവാളിയാണെന്ന് അല്ലെങ്കിൽ വിധിക്കപ്പെടാൻ പാടില്ല. He should not be convicted. ഒരു കൺവിക്റ്റ് ആകാൻ പാടില്ല. ഈ 4 കണ്ടീഷൻസ് ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. രണ്ടാമത് എന്താ പറഞ്ഞിരിക്കുന്നത്? പേഴ്സൺ ഓഫ് സൗണ്ട് മൈൻഡ് ആയിരിക്കണം. നോട്ട് അഡ്ജുഡിക്കേറ്റഡ് ആസ് ഇൻസോൾവെന്റ്. എഗെയിൻ ഹാസ് നോട്ട് ബീൻ കൺവിക്റ്റഡ്. ഒരിക്കലും എന്താ ഒരു കുറ്റവാളിയായിട്ട് അല്ലെങ്കിൽ ഒരു ക്രിമിനൽ കേസിൽപ്പെട്ട് കൺവിക്റ്റ് ചെയ്യപ്പെടാൻ പാടില്ല. ഇങ്ങനെയുള്ള ഒരാൾക്ക് വീണ്ടും പറഞ്ഞിരിക്കുന്നത് എന്താ? ഇനി ഇങ്ങനെയുള്ള ഒരു വ്യക്തി താഴെ പറയുന്ന കണ്ടീഷൻസ് ഒക്കെ ഫുൾഫിൽ ചെയ്യുകയാണെങ്കിൽ ആൻഡ് സാറ്റിസ്ഫൈ എനി ഓഫ് ദി ഫോളോയിങ് കണ്ടീഷൻസ്. ഇപ്പോൾ താഴെ കുറേയേറെ കണ്ടീഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ഫുൾഫിൽ ചെയ്താൽ മതി. അപ്പോൾ ആദ്യത്തെ ഒരു കണ്ടീഷൻ എന്താ പറഞ്ഞിരിക്കുന്നത്? എ, ഹി ഈസ് റിട്ടയർഡ് ഓഫീസർ ഓഫ് ദി സെൻട്രൽ കൊമേഴ്ഷ്യൽ ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എനി സ്റ്റേറ്റ് ഗവൺമെൻറ്. ഒരു കൊമേഴ്ഷ്യൽ ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് റിട്ടയർ ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയാകാം. ഓർ ദി സെൻട്രൽ ബോർഡ് ഓഫ് എക്സൈസ് ആൻഡ് കസ്റ്റംസ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് റവന്യൂ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. അപ്പം ടാക്സുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും സ്റ്റേറ്റ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നോ സെൻട്രൽ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നോ റിട്ടയർ ചെയ്തിരിക്കുന്ന ഒരു വ്യക്തി. എഗെയിൻ, ഹൂ ഡ്യൂറിങ് ദിസ് ഹിസ് സർവീസ് അണ്ടർ ദി ഗവൺമെൻറ് ഹാഡ് വർക്ക് ഇൻ ദി പോസ്റ്റ് നോട്ട് ലോവർ ദാൻ ദി റാങ്ക് ഓഫ് ഗ്രൂപ്പ് ബി ഗസറ്റഡ് ഓഫീസർ. വർക്ക് ചെയ്തുകൊണ്ട് മാത്രം പോരാ, അയാളുടെ ആ വർക്കിംഗ് കാലാവധിയിൽ ആ ഡിപ്പാർട്ട്മെൻറ്റിലൊരു ഗ്രൂപ്പ് ബി ഗസറ്റഡ് റാങ്കിൽ വർക്ക് ചെയ്തിരിക്കണം. ഫോർ എ പീരീഡ് നോട്ട് ലെസ് ദാൻ 2 years. 2 വർഷത്തിൽ കുറയാതെ ഒരു കാലാവധിയിലേക്ക് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒരു ഗ്രൂപ്പ് ബി ഗസറ്റഡ് റാങ്കിൽ ഏതെങ്കിലും ടാക്സുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ് ഗവൺമെൻറ്റിലോ സെൻട്രൽ ഗവൺമെൻറ്റിലോ ടാക്സുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്തിരിക്കുന്ന ഒരു ഓഫീസർക്ക് ടാക്സ് പ്രാക്ടീഷണർ ആകാൻ വേണ്ടി ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. ഇനി ബി, that he has enrolled as a sale tax practitioner. ഇനി അതല്ല എങ്കിൽ ഒരു വ്യക്തി ഒരു സെയിൽ ടാക്സ് പ്രാക്ടീഷണർ ആയിട്ട് എൻറോൾ ചെയ്തിട്ടുണ്ടായിരുന്നു സെയിൽ ടാക്സ് നിലവിലുണ്ടായിരുന്ന കാലത്ത്. ദെൻ ഓർ ടാക്സ് റിട്ടേൺ പ്രിപ്പയർ അണ്ടർ ദി എക്സിസ്റ്റിംഗ് ലോ ഫോർ എ പീരീഡ് ഓഫ് നോട്ട് ലെസ് ദാൻ 5 years. ഇപ്പം സെയിൽസ് ടാക്സിൻ്റെ കീഴിൽ ഒരു ടാക്സ് പ്രാക്ടീഷണർ ആയിട്ടോ ടാക്സ് റിട്ടേൺ പ്രിപ്പയറായിട്ടോ ചുരുങ്ങിയത് 5 കൊല്ലമെങ്കിലും വർക്ക് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി, രജിസ്റ്റേർഡ് പേഴ്സൺ, അങ്ങനെ ഒരു വ്യക്തിക്ക് എന്താണ് ഒരു GST പ്രാക്ടീഷണർ ആകാൻ വേണ്ടി ആപ്ലിക്കേഷൻ കൊടുക്കാം. സി, ഹി ഹാസ് പാസ്. വീണ്ടും പറയുന്നതാണ് ഹി ഹാസ് പാസ്. ഇപ്പം എ പേഴ്സൺ, ഈ രണ്ടും അല്ല. മൂന്നാമതൊരാൾ പറയുമ്പോൾ എന്താ? ഇഫ് ഹി ഹാസ് പാസ് എ ഗ്രാജുവേറ്റ് ഓർ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഓർ ഇക്വിവലന്റ് എക്സാമിനേഷൻ ഹാവിങ് എ ഡിഗ്രി ഇൻ കൊമേഴ്സ്. ഗ്രാജുവേറ്റോ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രിയോ അല്ലെങ്കിൽ ഇക്വിവലൻ്റ് ആയിട്ടൊരു ഡിഗ്രിയോ either in commerce, then law, banking, including higher auditing, business administration and business management. ഈ പറയുന്ന ഫീൽഡിൽ ഏതെങ്കിലും ഒന്നിൽ ഗ്രാജുവേറ്റോ പോസ്റ്റ് ഗ്രാജുവേറ്റോ ആയിരിക്കുന്ന വ്യക്തിക്ക് ഒരു GST പ്രാക്ടീഷണർ ആകാൻ ആപ്ലിക്കേഷൻ കൊടുക്കാം. ദെൻ 2, ഇതിൻ്റെ അകത്ത് തന്നെ രണ്ടാമത്തെ, ഇപ്പം ഇങ്ങനെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഗ്രാജുവേറ്റോ പോസ്റ്റ് ഗ്രാജുവേറ്റോ ആയൊരു വ്യക്തി, ഇപ്പോൾ എന്താ ഗ്രാജുവേഷന് പറഞ്ഞിരിക്കുന്ന കൊമേഴ്സ് അല്ലെങ്കിൽ ലോ, ബാങ്കിങ്, ദെൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, ബിസിനസ് മാനേജ്മെൻറ്റ്. ഈ 3-4 സ്ട്രീമിൽപ്പെട്ട ഒരു ഗ്രാജുവേറ്റിന് ആപ്ലിക്കേഷൻ കൊടുക്കാം. ഗ്രാജുവേറ്റോ പോസ്റ്റ് ഗ്രാജുവേറ്റോ ആണെങ്കിൽ ഹി ക്യാൻ അപ്ലൈ ഫോർ വർക്കിംഗ് ആസ് എ GST പ്രാക്ടീഷണർ. ദെൻ എഗെയിൻ, ഇനി അതല്ല എങ്കിൽ എ ഡിഗ്രി എക്സാമിനേഷൻ ഓഫ് എനി ഫോറിൻ യൂണിവേഴ്സിറ്റി റെക്കഗ്നൈസ്ഡ് ബൈ ആൻ ഇന്ത്യൻ യൂണിവേഴ്സിറ്റി. ഇനി അതല്ല, ഒരു വിദേശ യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി ആണെങ്കിൽ അത് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ഇക്വിവലൻ്റ് ആയിട്ട് അപ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളൊരു ഡിഗ്രി ഹോൾഡറിനും GST പ്രാക്ടീഷണർ ആകാൻ വേണ്ടി ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. ഓർ എനി അതർ എക്സാമിനേഷൻ നോട്ടിഫൈഡ് ബൈ ദി ഗവൺമെൻറ്. ഇനി അതല്ല എങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റോ GST കൗൺസിലോ നോട്ടിഫൈ ചെയ്യുന്ന മറ്റേതെങ്കിലും ഒരു എക്സാം പാസ്സായിട്ടുള്ള ഒരു വ്യക്തിക്ക് വേണമെങ്കിലും പിന്നെ GST പ്രാക്ടീഷണർ കോഴ്സിന് വേണ്ടി ഡിപ്ലോമ കോഴ്സുകളൊക്കെ വരും. അങ്ങനെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവലുള്ള മറ്റേതെങ്കിലും ഒരു കോഴ്സാണ് പാസ്സായിരിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്കും
അപ്ലൈ ചെയ്യാവുന്നതാണ്. ദെൻ ഹി ഹാസ് പാസ് എനി ഓഫ് ദി ഫോളോയിങ് എക്സാമിനേഷൻ. ഇനി അതല്ല എങ്കിൽ എന്താ, പോസ്റ്റ് ഗ്രാജുവേറ്റോ ഗ്രാജുവേറ്റോ, ആദ്യം പറഞ്ഞിരിക്കുന്നത് എന്താണ്, നമുക്ക് കൊമേഴ്സ്, ലോ, ദെൻ അഗെയിൻ MBA-കാർക്ക് വേണമെങ്കിൽ ചെയ്യാം, ഇപ്പം ബിസിനസ് മാനേജ്മെന്റ്, ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, ഇങ്ങനെയുള്ള, അല്ലെങ്കിൽ ബാങ്കിങ്, ഹയർ ഓഡിറ്റിംഗ്. അതിനുശേഷം എന്താ പറഞ്ഞിരിക്കുന്നത്, നമുക്ക് ഡിഗ്രി, ഫോറിൻ യൂണിവേഴ്സിറ്റി ഡിഗ്രി ആണെങ്കിൽ ഇനി സെൻട്രൽ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ടാക്സ് കമ്മീഷണറോ ഒക്കെ, GST കമ്മീഷണറോ ഒക്കെ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മറ്റേതെങ്കിലും എക്സാം. ഇനി ഇതല്ല എങ്കിൽ വീണ്ടും പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യയുടെ ഫൈനൽ എക്സാമിനേഷൻ. ഇപ്പോൾ എന്താ, ഒരു CA ഡിഗ്രി ഹോൾഡറിന് ഒരു GST പ്രാക്ടീഷണർ ആകാൻ ആപ്ലിക്കേഷൻ കൊടുക്കാം. ഇനി ICWA കോസ്റ്റ് ആൻഡ് വർക്ക്സ് അക്കൗണ്ടന്റിന് ആപ്ലിക്കേഷൻ കൊടുക്കാം. ഇനി കമ്പനി സെക്രട്ടറിഷിപ്പ് പാസ്സായിരിക്കുന്ന ഒരു വ്യക്തിക്കും ഒരു GST പ്രാക്ടീഷണർ ആകാനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. CA ആകാം, ICWA ആകാം, അല്ലെങ്കിൽ കമ്പനി സെക്രട്ടറിഷിപ്പ് ആകാം, CS. ഈ 3 പരീക്ഷകൾ പാസ്സായിരിക്കുന്ന ആൾ, അല്ലെങ്കിൽ ഈ 3 കാര്യങ്ങൾ ഏതെങ്കിലും ഒന്ന് ഫെലോഷിപ്പ് ഉള്ള ഒരു വ്യക്തിക്ക് വേണമെങ്കിലും GST പ്രാക്ടീഷണർ ആകാൻ വേണ്ടി ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. ദെൻ ഓൺ റെസിപ്റ്റ് ഓഫ് ദി ആപ്ലിക്കേഷൻ, ഒരു ആപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ കൺസേൺഡ് ഓഫീസർ എന്താ ചെയ്യേണ്ടത്, ഷാൽ ആഫ്റ്റർ മേക്കിംഗ് സച്ച് എൻക്വയറി ആസ് ഹി കൺസിഡേഴ്സ് നെസസറി either enroll the applicant as a goods and service tax practitioner. ഇതിൻ്റെ ആപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ കൺസേൺഡ് ഓഫീസറിന് വേണമെങ്കിൽ ആപ്ലിക്കൻറ്റിനെ ഒരു GST പ്രാക്ടീഷണറായിട്ട് എൻറോൾ ചെയ്യാം. ഇനി ആപ്ലിക്കേഷൻ പ്രോപ്പർ അല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ റിജക്റ്റ് ചെയ്യാവുന്നതുമാണ്. ഇനി ദി എൻറോൾമെൻറ്റ് ഷാൽ ബി വാലിഡ് അണ്ടിൽ ഇറ്റ് ഈസ് ക്യാൻസൽ. അപ്പോൾ ആ ഒരു എൻറോൾമെൻറ്റ് എന്താ, അത് ക്യാൻസൽ ആകുന്നത് വരെ വാലിഡായിട്ട് നിലനിൽക്കും. ദെൻ ഇതിൻ്റെ സബ്സെക്ഷൻ 4 സബ് റൂൾ 4 ആണ്. ഇഫ് എനി ഗുഡ്സ് GST പ്രാക്ടീഷണർ ഇസ് ഫൗണ്ട് ഗിൽറ്റി ഓഫ് മിസ്കോണ്ടക്ട് ഇൻ കണക്ഷൻ വിത്ത് എനി ഓഫ് ദി പ്രൊസീഡിങ്സ്. ഇനി പ്രാക്ടീഷണറുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റായ ഒരു പ്രവൃത്തി ഉണ്ടാകുന്നതായിട്ട് മിസ്കോണ്ടക്റ്റോ അല്ലെങ്കിൽ മിസ്അപ്രോപ്രിയേഷൻ ഓഫ് അക്കൗണ്ട്സോ ഒക്കെ കാണുകയാണെങ്കിൽ അയാളുടെ ആ ഒരു സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ അപ്രൂവൽ ക്യാൻസൽ ചെയ്യാവുന്നതാണ്. ക്യാൻസൽ ചെയ്യുന്നതിന് മുമ്പ് ഒരു നോട്ടീസ് കൊടുത്തിരിക്കണം. അങ്ങനെ ക്യാൻസൽ ചെയ്യപ്പെടാവുന്ന അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യാൻ പ്രൊപ്പോസ് ചെയ്യുന്ന ആ വ്യക്തിക്ക് അയാളുടെ ഭാഗം ഒരു ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു അവസരം കൊടുക്കാവുന്നതാണ്. ദെൻ എനി പേഴ്സൺ അഗൻസ്റ്റ് ഹൂം ആൻ ഓർഡർ അണ്ടർ എബോ ഈസ് മെയ്ഡ്, അല്ലെങ്കിൽ എബോ ഈസ് മെയ്ഡ് ക്യാൻസലേഷന് വേണ്ടി വിതിൻ 30 days ഫ്രം ദി ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് സച്ച് ഓർഡർ അപ്പീൽ ടു ദി കമ്മീഷണർ അഗൻസ്റ്റ് സച്ച് ഓർഡർ. ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് എന്താ, കമ്മീഷണറിന് ഒരു അപ്പീൽ കൊടുക്കാവുന്നതാണ്. ആ ഇൻകം ടാക്സ് ആ പ്രാക്ടീഷണറിന് അയാളുടെ ഭാഗം ജസ്റ്റിഫൈ ചെയ്യുന്നതിനോട് ഒരു അപ്പീൽ കൊടുക്കാവുന്നതാണ്. അപ്പം അങ്ങനെ അപ്പീൽ കൊടുക്കുകയാണെങ്കിൽ എനി രജിസ്റ്റേർഡ് പേഴ്സൺ മാറ്റ് ഈസ് ഓപ്ഷൻ ഓതറൈസ് എ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് പ്രാക്ടീഷണർ. ഒരു ഓതറൈസേഷൻ കൊടുക്കുന്നത് എന്താണ്, ഫോം GST PCT 05 ഓതറൈസേഷൻ കൊടുക്കുന്നത്. ഓതറൈസേഷൻ വിഡ്രോ ചെയ്യുകയാണെങ്കിലും GST റിട്ടേൺ ഫോം GST PCT 05 തന്നെയായിരിക്കും. ഇത് പ്രാക്ടീഷണർ ആകാൻ അല്ലെങ്കിൽ ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ അയാൾക്ക് വേണ്ടി GSTയുടെ വർക്ക് ചെയ്യുന്നതിന് വേണ്ടി ഒരാളെ അപ്പോയിൻറ്റ് ചെയ്യുകയാണെങ്കിലും ആ ഒരു മാൻഡേറ്റ് പിൻവലിക്കുകയാണെങ്കിലും അത് രണ്ടും കൊടുക്കുന്നത് ഫോം GST PCT 05 Then a goods and service tax practitioner can undertake any or all of the following activities on behalf of a GST registered person, if so authorized by him. Furnish the details outward and inward supplies, then furnish monthly, quarterly and annual final return, may deposit for credit into the electronic cash ledger, file a claim for refund. GSTയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും പ്രിപ്പറേഷൻ ആൻഡ് ഫയലിംഗ് ഓഫ് റിട്ടേൺസ് തൊട്ട് പേയ്മെൻറ്റ് ഓഫ് ടാക്സ് വരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഒരു GST പ്രാക്ടീഷണർക്ക് ഒരു രജിസ്റ്റേർഡ് പേഴ്സണിന് വേണ്ടി ചെയ്യാവുന്നതാണ്. ഓൺ ബിഹാഫ് ഓഫ് എ രജിസ്റ്റേർഡ് പേഴ്സൺ എ GST പ്രാക്ടീഷണർ ക്യാൻ ഡു ഓൾ ദി വർക്ക് റിലേറ്റഡ് ടു GSTയുമായിട്ട് ബന്ധപ്പെട്ട ഫ്രം ദി പ്രിപ്പറേഷൻ ഓഫ് accounts, then preparation of returns, filing of returns, then again
tax payment, etc. Any registered person opting to furnish his return through a goods and service tax practitioner. അങ്ങനെ ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ഒരു GST പ്രാക്ടീഷണർ മുഖാന്തരമാണ് റിട്ടേൺ ഒക്കെ ഫയൽ ചെയ്യാൻ താല്പര്യപ്പെടുന്നതെങ്കിൽ GST PCT 05 അതിന് മാൻഡേറ്റ് കൊടുക്കുന്നത്. അത് പിൻവലിക്കുന്നതും ഈ ഒരു ഫോമിൽ തന്നെ ആയിരിക്കും. Then the goods and service tax practitioner shall, the rule sub rule 10 പറഞ്ഞിരിക്കുന്നതാണ്. The goods and service tax practitioner shall prepare the statement with due diligence. എന്താണ് അയാൾ ശ്രദ്ധിച്ചു വേണം പ്രിപ്പയർ ചെയ്യാനായിട്ട്. Affix his digital signature on the statement prepared by him or electronically verify using his credentials. ഒരു ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് പ്രാക്ടീഷണർ when he prepares the documents on behalf of a registered person shall exercise due diligence. എന്താ ഒരു ഡ്യൂ ഡെലിജൻസ് വേണം, കൃത്യതയോടുകൂടി വേണം, ശ്രദ്ധയോടുകൂടി വേണം പ്രിപ്പയർ ചെയ്യാനായിട്ട്. അതുപോലെ പ്രിപ്പയർ ചെയ്യുന്ന ഡോക്യുമെന്റുകളിൽ ഒരു GST പ്രാക്ടീഷണർ അയാളുടെ ഡിജിറ്റൽ സിഗ്നേച്ചർ ഉൾപ്പെടുത്തിയിരിക്കണം. Then a goods and service tax practitioner enrolled in any other state or union territory shall be treated as enrolled in state or union territory for the purpose as per the rule. ഇപ്പം നമുക്കെന്താ ഒരു സ്റ്റേറ്റിൽ വേണമെന്നില്ല. നിങ്ങൾക്ക് ഇപ്പം തമിഴ്നാട്ടിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെങ്കിൽ നമുക്ക് മറ്റൊരു സ്റ്റേറ്റിൽ പോയി വേണമെങ്കിലും പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഇപ്പം എ ഗുഡ്സ് ആൻഡ് സർവീസ് പ്രാക്ടീഷണർ എൻറോൾഡ് ഇൻ എനി അതർ സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി ഷാൽ ബി ട്രീറ്റ് ആസ് ആൻ എൻറോൾഡ് ഇൻ ദി സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി ഫോർ ദി പർപ്പസ് ആസ് പെർ ദി റൂൾ. ഇപ്പോൾ നമുക്കെന്താ അതൊരു ഓൾ ഇന്ത്യ രജിസ്ട്രേഷൻ ആയിരിക്കും ലഭിക്കുന്നത്. ഒരു സ്റ്റേറ്റിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ മറ്റേത് സ്റ്റേറ്റിൽ വേണമെങ്കിലും പോയി വർക്ക് ചെയ്യാവുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ എന്താ അതിൻ്റെ റൂൾസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പം GST പ്രാക്ടീഷണർ ആകാവുന്നതിൻ്റെ അല്ലെങ്കിൽ GST പ്രാക്ടീഷണർ ആകാനുള്ള ഒരു ക്വാളിഫിക്കേഷൻ എന്താണ്, അപ്പോയിൻമെൻറ്റ് പ്രൊസീജിയർ എന്താണ്, അതുപോലെ ഡിസ്ക്വാളിഫിക്കേഷൻ്റെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്, അയാളുടെ ബാധ്യതകൾ എന്തൊക്കെയാണ്, ഇതെല്ലാം കൺസേൺ സെക്ഷൻസും റൂൾസും ഫോളോ ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്.